ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞങ്ങൾക്ക് ഒരുപാട് പരിപാടികളുണ്ട്. ആദ്യം തന്നെ സ്പെക്സ് മാറ്റണം. ഇന്ത്യയും ഏട്ടൻ്റെയും മാറ്റണം കേട്ടോ. അച്ചു ജനിച്ചതിന് ശേഷം എനിക്ക് 3ാമത്തെ കണ്ണടയാണ് മാറ്റുന്നത്. അതേപോലെ തന്നെ ഏട്ടൻ്റെ 5ാമത്തെയാണ് കേട്ടോ. ഇവന് സ്ഥിരമാണ് ഇത് എടുത്തു കൊണ്ടുപോയിട്ട് വളച്ച് പൊട്ടിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സ്ക്രാച്ച് വരുത്തുക. ഇതൊക്കെയാണ് മെയിനായിട്ട് ഇവൻ്റെ അപ്പോഴത്തെ പരിപാടി. പിന്നെ എനിക്ക് കുറച്ച് കൊറിയറൊക്കെ അയക്കാനുണ്ടായിരുന്നു. അതുപോലെ ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട്. പിന്നെ എനിക്ക് ത്രെഡ് ചെയ്യാനുണ്ട്. കുറേ കാലമായി ഞാൻ ത്രെഡ് ചെയ്തിട്ട് ഇന്ന് എന്തായാലും ഒന്ന് ത്രെഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെ കൂടെ വിചാരിച്ചിട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയാണ് കേട്ടോ. ആദ്യം തന്നെ ഹൈലൈറ്റ് മാളിലേക്കാണ് പോകുന്നത്. ഇവിടെ ലെൻസ് കാർട്ടിലും പിന്നെ വേറെ ഏതോ ഒരു സ്പെക്സിൻ്റെ ഒക്കെ കട ഉണ്ട്. അവിടെയൊക്കെ ഒന്ന് അന്വേഷിക്കാൻ വിചാരിച്ചു. ഇവിടെ എന്തൊക്കെയോ ഓഫർ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് എന്തായാലും നല്ല പവർ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് എക്സ്പെൻസീവ് ആവാറുണ്ട്. പിന്നെ ഏട്ടനും എടുക്കണമല്ലോ. അപ്പം ഞങ്ങൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളതാണ് നോക്കുന്നത്. അങ്ങനെ ഓഫറും ക്വാളിറ്റിയും കൂടെ നോക്കിയിട്ട് വേണം എടുക്കാൻ. പിന്നെ സ്പെക്സിൻ്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ് ആണ്. സ്പെക്സ് എന്ന് പറയുന്നത് ശരിക്കും ഇപ്പം എൻ്റെ ലൈഫിൻ്റെ ഒരു ഭാഗം തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ളത് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. കുറേ കഷ്ടപ്പാടാട്ടോ നമുക്ക് പറ്റിയൊരു സ്പെക്സ് ഇങ്ങനെ തിരഞ്ഞ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത്. എസ്കലേറ്റർ കയറിയപ്പോൾ നേരെ മുന്നിൽ തന്നെ ടോയ്സിൻ്റെ കടയാണ് കേട്ടോ. ഞാൻ വിചാരിച്ച ദൈവമേ പെട്ടല്ലോ എന്ന്. പക്ഷേ ചെക്കൻ ഒന്നും മിണ്ടാതെ മുന്നോട്ട് പോയി. എന്താ പറ്റിയെന്നൊന്നും അറിയില്ല. എന്തായാലും നോക്കുന്നുണ്ടായിരുന്നു നന്നായിട്ട്. ഒന്നും വേണമെന്നൊന്നും പറഞ്ഞില്ല. മഹാഭാഗ്യം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലേ ചെക്കൻ വിടാറില്ല. എന്തായാലും അതിൻ്റെ ഉള്ളിൽ കയറി എന്തേലും ഒന്ന് കിട്ടാതെ ഓൻ അടങ്ങൂല. ഇത്തവണ എന്തായാലും ഒന്നും പറഞ്ഞില്ല. ആദ്യം തന്നെ സ്പെക്സ് നോക്കാൻ പോകാമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ അതിൻ്റെ മുന്നേ ഞങ്ങൾക്കൊരു പണി കിട്ടി. ഞങ്ങൾക്കല്ല, എനിക്കൊരു പണി കിട്ടി. എൻ്റെ ഡ്രസ്സിൽ എന്തോ കറ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാനത് ശ്രദ്ധിക്കാതെയാണ് ഇട്ടുണ്ടായിരുന്നത്. ഏട്ടൻ അത് കണ്ടുപിടിച്ച്. അപ്പം ഞങ്ങൾ വിചാരിച്ച് എന്തായാലും ആ ഡ്രസ്സ് മാറ്റിക്കളാ, വേറെ ഒന്നും എടുത്ത് അത് ഇട്ടിട്ട് പോവാന്ന്. അങ്ങനെ ഞങ്ങൾ അത് മാറ്റാൻ വേണ്ടി പോവാണേ. അപ്പോഴാണ് ഇവിടെ ഒരു സംഭവം കണ്ടത്. ഇവനിത് ദൂരേന്ന് കണ്ടുപിടിച്ചിട്ട് ഓടി ഇങ്ങോട്ട് വന്ന കേട്ടോ. പിന്നെ ആണെങ്കിൽ ഇവിടുന്ന് വരുന്നുമില്ല. ഞങ്ങൾ പിടിച്ച് വലിച്ച് കൂട്ടിക്കൊണ്ടുപോയതാണേ. ട്രെൻഡ്സ് എന്നാട്ടോ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് എടുത്തിട്ട് ഞങ്ങൾ വേഗം ഇറങ്ങി. പിന്നെ ഏട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന സ്പെക്സിൻ്റെ കടയിൽ പോയിട്ട് അന്വേഷിച്ച് അവിടെ ഞങ്ങൾ വിചാരിച്ച പോലത്തെ സംഭവങ്ങളൊന്നും കിട്ടിയില്ല. അങ്ങനെ ഇറങ്ങി വരുമ്പോഴാണ് ഇവിടെ ഒരു ഷോപ്പിൽ ഒരുപാട് ഡ്രസ്സുകൾ കൂട്ടിയിട്ടതും പിന്നെ കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഉള്ളിൽ. അങ്ങനെ അവിടെ നിന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചു. മെൻസിൻ്റെ കടയായിരുന്നു കേട്ടോ. അപ്പോൾ ഏട്ടൻ ജീൻസ് വേണമെന്ന് പറഞ്ഞു. ഇവിടെ 50% ഓഫാട്ടോ. അപ്പോൾ ഞങ്ങൾ ജീൻസ് നോക്കുക. പക്ഷേ ഏട്ടന് പറ്റിയ സൈസൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി ലെൻസ് കാർട്ടിലേക്ക് വന്നതാണ് കേട്ടോ. ഇവിടെ ബൈ 1 get 1 ഫ്രീ ഉണ്ടായിരുന്നേ. അതാവുമ്പോൾ ഞങ്ങൾക്ക് 2 ആൾക്കും എടുക്കാമല്ലോ. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 1 വീക്ക് കഴിയും വീട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സ്പെക്സ് ഒക്കെ സെറ്റാക്കിയിട്ട്. ഇതെനിക്ക് ശരിയാവില്ല. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇപ്പം നന്നായിട്ട് പവർ കുറഞ്ഞുകൊണ്ട് തന്നെ ഭയങ്കര തലവേദനയും ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതുകൊണ്ട് വേഗം തന്നെ സംഭവം കയ്യിൽ കിട്ടണം. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. എന്നിട്ട് നേരെ പോയത് നെസ്റ്റോയിലേക്കാണ്. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു. അങ്ങനെ എല്ലാം വാങ്ങി ഞങ്ങളിതാ പോവാൻ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ സ്പെക്സ് എടുക്കുന്നത് പോകുന്ന വഴിക്ക് കാണുകയാണെങ്കിൽ നോക്കി നോക്കി പോകാമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. എന്തായാലും ഇവിടുന്ന് ഇറങ്ങുകയാണ്, ഹൈലൈറ്റ് മാളിൽ നിന്ന് ഇറങ്ങുകയാണ്. അച്ഛൻ്റെ കയ്യിലൊരു മിഠായി കണ്ടോ? സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവൻ കാറ് വേണമെന്ന് പറഞ്ഞ് കച്ചറ ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. ഞങ്ങൾ ബില്ലടിക്കാൻ വന്നപ്പോഴാണ് കാറ് എന്ന് പറഞ്ഞ് കച്ചറ ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞ ഏട്ടൻ്റെ അടുത്ത് ഇനി വാങ്ങി കൊടുക്കണ്ട, ദൂരെ പോയി വാങ്ങും വേണം. മാത്രമല്ല ഇത് വീട്ടിൻ്റെ ഉള്ളിലാണെങ്കിൽ കാറും ജീപ്പും തട്ടിമുട്ടി നടക്കാൻ വയ്യാതെ അയക്കുന്നത്. ഇനിയിപ്പോൾ എന്തായാലും ഇവന് ഇങ്ങനത്തെ സാധനങ്ങൾ കുറച്ച് കാലത്തെ വാങ്ങി കൊടുക്കണ്ട പറഞ്ഞിട്ട് ഒരു മുട്ടായി എടുത്ത് കയ്യിൽ കൊടുത്താൽ കേട്ടോ. അത് കിട്ടിയോണ്ട് അവൻ അടങ്ങി. ഇനി എന്തായാലും അത് കഴിച്ചുകൊണ്ട് കുറച്ച് നേരം ഇരിക്കും. പക്ഷേ ഒരു കാര്യം എന്താ വെച്ചാൽ അത് മുഴുവൻ അവൻ്റെ കയ്യിലിരിക്കുന്നത് കണ്ടിട്ട് അത് മുഴുവൻ അവൻ കഴിക്കുമെന്ന് വിചാരിക്കേണ്ട. എന്താ വെച്ചാൽ ഞാനായിരിക്കും അതിൻ്റെ ഒരു 3/4 ഭാഗം കഴിക്കുക. ഇതുവരെ എൻ്റെ അടുത്തുനിന്ന് അവൻ ഒരു സ്വീറ്റ്സോ ഐസ്ക്രീമോ ഒന്നും ഫുള്ളായിട്ട് കഴിച്ചിട്ടില്ല. 3/4 ഭാഗത്ത് കൂടുതലും ഞാൻ തന്നെ കഴിക്കും. ബാക്കി കുറച്ചൊക്കെ അവന് കൊടുക്കുള്ളൂ. പലരും തെറ്റിദ്ധരിക്കാറുണ്ട്. ഇൻസ്റ്റഗ്രാമിലൊക്കെ ആണെങ്കിൽ പോലും ഞാനിങ്ങനെ വീഡിയോസ് ഇടുമ്പം അവന് ഇത്രയും കൊടുക്കുമോ അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ അവനിത് മുഴുവനൊന്നും ഞാൻ കൊടുക്കാറില്ല കേട്ടോ. ഞാനിങ്ങനെ ഒരു വീഡിയോ എടുക്കും, അത് കട്ടാക്കും, ആ മിഠായി പോയി കഴിക്കും. പിന്നെയും വീഡിയോ എടുക്കും, കട്ടാക്കും, മിഠായി പോയി കഴിക്കും. അച്ഛന് ഭയങ്കര ദേഷ്യം വന്നീനോ. അവൻ എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു കേട്ടോ ഞാനിങ്ങനെ ഈ മിഠായി കഴിക്കുന്നേ കണ്ടിട്ട്. പിന്നെ ഞങ്ങളെല്ലാം എടുത്തു വെച്ച് കാറിലേക്ക് കയറാൻ പോവാണ്. ഇനിയിപ്പോൾ അടുത്ത പരിപാടി ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. ഉച്ചയൊക്കെ ആവാനായിട്ടുണ്ടായിരുന്നു. ഞാൻ നല്ല ഫുഡ് സ്പോട്ടൊക്കെ തപ്പിക്കൊണ്ട് നിൽക്കുക കേട്ടോ. ഇതൊക്കെ കണ്ടുപിടിച്ച് എത്തുമ്പോഴേക്കും എന്തായാലും ഉച്ചരയൊക്കെ ആവും. അതുകൊണ്ട് ഇപ്പം തന്നെ അതിന് വേണ്ടി ഇറങ്ങാമെന്ന്
നോക്കാമെന്ന് വിചാരിച്ചു. എനിക്കും അച്ഛനും ഒക്കെ നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നേ. ഇൻസ്റ്റഗ്രാം നോക്കി മതിയായി, ഞങ്ങൾക്ക് പറ്റിയതൊന്നും കിട്ടുന്നില്ല. അവസാനം ഞങ്ങളെ ലാസ്റ്റ് ഓപ്ഷൻ ഗീതാഭവൻ, അതിങ്ങനെ തന്നെ വരുള്ളൂ എന്ന് എനിക്കറിയാം. ഞങ്ങൾ എന്ത് പ്ലാൻ ചെയ്ത് പോയിട്ടുണ്ടെങ്കിലും അവസാനം ഞങ്ങൾ എത്തുക ഇവിടേക്ക് തന്നെയാണ് കേട്ടോ. ഇത് ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ കടയാണ്. ഞങ്ങൾക്കിപ്പോൾ ഇല വെച്ച് പോയില്ലേ, അത് ഏട്ടൻ്റെ കൂടെ പഠിച്ചാണ്. ഈ ആൾക്ക് ഒരു ട്വിൻ ബ്രോയും കൂടെ ഉണ്ട്. അത് അവിടെ കിച്ചണിലേക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. ഇങ്ങനെ പോലെ തന്നെ ഒരാളെ. ഇവർ 2 പേരും ഏട്ടൻ്റെ കൂടെ പഠിച്ചതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഇത്തവണ ഞങ്ങൾ കുറച്ച് കൂടുതലായിട്ട് വാങ്ങിയിട്ടുണ്ട്. ബീഫ് വാങ്ങി, കോഴി പൊരിച്ചത് വാങ്ങി, അതുപോലെ തന്നെ കറി. പിന്നെ അവിടെ ഗീതാഭവൻ അറിയുന്നവർക്ക് അറിയാൻ പറ്റും, ഒരുപാട് സൈഡ് ഡിഷസ് ഒക്കെ അവർ തരുന്നുണ്ട് കേട്ടോ. അടിപൊളി ഫുഡാണ്. ഞങ്ങൾക്ക് രണ്ടാൾക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവിടുത്തെ ഫുഡ്. ഇവിടുന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ വയറ് മാത്രമല്ല നിറയാം, മനസ്സും നിറയും. അത്രയും അടിപൊളിയാട്ടോ ഇവിടുത്തെ ഫുഡൊക്കെ. നിങ്ങൾ ആരെങ്കിലും ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് വന്ന് നോക്കുക, കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാം കേട്ടോ. ഏട്ടനും അച്ഛനും കൂടെ വേഗം കഴിച്ച് എണീറ്റുണ്ടായിരുന്നേ. ഞാൻ മെല്ലെ കഴിച്ച് വന്ന് നോക്കുമ്പോൾ ഫ്രണ്ടിൽ തന്നെ അച്ചു കസാരയിലൊക്കെ ഇരിക്കുന്നുണ്ട്. ഈ കാണുന്ന അമ്മ ഏട്ടൻ്റെ ഫ്രണ്ട്സിൻ്റെ അമ്മയാണ് കേട്ടോ. ഞാൻ നോക്കുമ്പോൾ അമ്മേൻ്റെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അച്ചുവിന് ടിഷ്യൂ പേപ്പർ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അവൻ അത് എടുത്തിട്ട് തനിയെ തന്നെ മുഖമൊക്കെ തുടയ്ക്കും. ഇപ്പോൾ ഹോട്ടലിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഓൻ എന്തായാലും ടിഷ്യൂ പേപ്പർ 2 കിട്ടണം. അത് വെച്ച് മുഖമൊക്കെ തുടച്ചിട്ടേ ഓൻ വരുള്ളൂ. അപ്പോൾ അതിങ്ങനെ വാങ്ങുക കേട്ടോ അമ്മേൻ്റെ അടുത്ത് നിന്ന്. ഇറങ്ങാൻ നേരം അമ്മ അച്ചുവിനൊരു മുട്ടായി കൊടുത്തിട്ടുണ്ടായിരുന്നേ. അത് വെച്ച് ഇങ്ങനെ കളിപ്പിക്കുക ഓൻ്റെ കയ്യിൽ കൊടുക്കുന്നില്ല. അപ്പം ഞാൻ വീഡിയോ എടുക്കാൻ ചെന്നതാണ്. അപ്പം ഇതാ അമ്മു എന്നൊക്കെ പറഞ്ഞ് മെല്ലെ വിഷയം മാറ്റിയിട്ട് അത് വാങ്ങാനുള്ള പരിപാടിയായിരുന്നു. പക്ഷേ അമ്മ തീരെ അവൻ്റെ കയ്യിൽ കൊടുക്കുന്നില്ല കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ബിസി ആയതുകൊണ്ട് വേഗം മിഠായി കൊടുത്ത് അങ്ങനെ കിട്ടിയ തക്കത്തിന് അവൻ അതും വാങ്ങി പോകുന്നുണ്ട്. അങ്ങനെ വണ്ടിയിലെത്തിയിട്ട് ആ മിഠായി പൊളിച്ചിട്ട് ആസ് യൂഷ്വൽ ഞാൻ വലിയൊരു കഷ്ണം എടുത്ത് ഒരു കുഞ്ഞു കഷ്ണം ടേസ്റ്റ് നോക്കാൻ മാത്രം അച്ഛന് കൊടുക്കുകയും ചെയ്തിട്ട് അവനെ പറ്റിച്ചേ. പിന്നെ കുറച്ച് നേരം മുന്നോട്ട് പോയപ്പോഴേക്കും അവൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി എന്തായാലും ഇപ്പം അവനെ എണീപ്പിക്കുന്നില്ല. നാട്ടിലെത്തുമ്പോൾ ഇറങ്ങണമല്ലോ നമുക്ക് സ്പെക്സ് നോക്കാൻ വേണ്ടി. ആ ടൈമിലേ എണീപ്പിക്കുള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുന്നമംഗലം മെഡിമാളിലാണ് ഇപ്പം നിൽക്കുന്നത്. ഇവിടെ കണ്ണട നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നോക്കുന്ന സമയത്ത് സംഭവം അവിടുത്തേതൊന്നും ഞങ്ങൾക്ക് സെറ്റായില്ല. അവിടെ ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ, 1/get 1 ഓഫർ ഉണ്ടായിരുന്നു. പക്ഷേ അവിടുത്തത് ഞങ്ങൾക്ക് അങ്ങോട്ട് പിടിച്ചില്ല. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, ഏട്ടന് മുന്നേ ഒരു കണ്ണട വാങ്ങിയത് ഈ കടയിൽ നിന്നായിരുന്നു കേട്ടോ. ഇതും കുന്നമംഗലാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇവിടെ വന്ന് നോക്കിയപ്പം ഏട്ടനും കറക്റ്റായിട്ടുള്ളത് കിട്ടി, എനിക്കും കറക്റ്റായിട്ടുള്ളത് കിട്ടി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇനി എന്തായാലും ഇവിടുന്ന് വാങ്ങാമെന്ന്. ഏട്ടൻ്റെ സ്പെക്സ് അപ്പം തന്നെ കിട്ടി. ബിക്കോസ് ഞങ്ങൾ കൊണ്ടുവന്നുണ്ടായിരുന്നല്ലോ ലെൻസ്. അപ്പോൾ അത് ഫിറ്റ് ചെയ്ത് അപ്പം തന്നെ തന്നു കേട്ടോ. പിന്നെ എൻ്റെത് എന്തായാലും 2 days എടുക്കും. അത് ലെൻസ് പവർ ഉള്ളതായതുകൊണ്ട് ചെയ്ത് വരണം. അപ്പം ഞാൻ കണ്ണ് ടെസ്റ്റ് ചെയ്തിട്ട് വരുന്ന സമയത്ത് അച്ചുവിൻ്റെ കയ്യിലൊരു കണ്ണട കണ്ടിട്ടോ. ഞാൻ വിചാരിച്ചു അവിടുന്ന് എടുത്തതാണെന്നാ. പക്ഷേ അത് അവിടുത്തെ ഏട്ടൻ അച്ചുവിന് കൊടുത്തതാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. ഇനി എനിക്ക് കുറിയർ അയക്കാനുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു NIT റൂട്ടിൽ എവിടെയോ ആണ്, DTDC ആണ് കേട്ടോ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് അയച്ചുകൊണ്ട് നിൽക്കുകയാണ്. സംഭവം അവിടുന്ന് തന്നെയാണ് കേട്ടോ ഞാൻ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അയച്ചിട്ട് പിന്നെ വീട്ടിലേക്ക് പോവാണ്. വീട്ടിലേക്ക് എത്തിയതിന് ശേഷം ഞാൻ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. ഞാൻ ഭയങ്കര ടയർഡായിരുന്നു. പിന്നെ അച്ഛൻ്റെ വഴിയെ ഓടി നടന്ന് അങ്ങനെ ടൈം പോയി. പിന്നെ രാത്രി ആയപ്പം ഞങ്ങൾ ഏട്ടൻ്റെ കൂടെ പുറത്തേക്ക് വന്നതാട്ടോ. ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഏട്ടനൊരു ഫുട്ബോൾ മാച്ച് ഉണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നേ ഉള്ള പ്രാക്ടീസും കാര്യങ്ങളൊക്കെയാണ്. അച്ചുവിന് ഇപ്പോൾ കുറച്ച് ഡേയ്സ് ആയിട്ട് ഭയങ്കര ഇഷ്ടമാണ് ഈ ഫുട്ബോളൊക്കെ കളിക്കാൻ വേണ്ടി. ഇടയ്ക്കൊക്കെ ഏട്ടൻ്റെ കൂടെ ഇങ്ങനെ ഫുട്ബോൾ കാണാൻ വേണ്ടിയിട്ടും കളിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ അച്ചു പോകാറുണ്ട് ഇപ്പം കുറച്ചായിട്ട്. അപ്പം ഞാൻ വിചാരിച്ച് എന്തായാലും ഇന്ന് ഞാനും കൂടെ പോവാം, അങ്ങനെയാണെങ്കിൽ ബ്ലോഗിൽ അതും കൂടെ കൂട്ടാലോന്ന്. ഞാനും അച്ചു ആദ്യമായിട്ട് വന്ന ടർഫാണ് കേട്ടോ ഇത്. അന്ന് ഞാൻ ഇവിടുന്ന് ലൈവ് ഇട്ടുണ്ടായിരുന്നു. മാത്രമല്ല അവിടെ സൂക്ഷിച്ച് നോക്കിയാൽ ചക്കയും പ്ലാവും ഒക്കെ കാണാൻ പറ്റും. ഇതിൻ്റെ മുകളിൽ അച്ചു കയറി ചക്ക പറിക്കുന്ന ഒരു റീലൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോഴാണെങ്കിൽ ഇവിടെ കുറേ ആൾക്കാർ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരത് കഴിഞ്ഞിട്ട് വേണം ഏട്ടനൊക്കെ കയറാൻ വേണ്ടിയിട്ട്. കുറച്ച് നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അച്ചുവിന് കളിക്കാൻ വേണ്ടി ഉള്ളുന്ന് ബോളൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട് ഏട്ടൻ. കുറച്ച് നേരം അച്ചു അതിങ്ങനെ ഉരുട്ടി കളിക്കുകയൊക്കെ ചെയ്യേ. ആ സമയത്താണ് കണ്ണമാമനും കുട്ടിമാമനും വന്നിട്ടുള്ളത്. അപ്പുറത്ത് തന്നെ അച്ചു നോക്കി കണ്ടേ. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കണ്ണമാമ എന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. ഓൻ
വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാട്ടോ. അവരപ്പുറത്തൂടെ ഇങ്ങോട്ട് വരാൻ വേണ്ടി കാത്ത് നിൽക്കുകയാണേ. ഓൻ ബോൾ എടുത്ത് കാണിക്കാനും പിന്നെ എന്തൊക്കെയോ കമ്പും കൊള്ളിയൊക്കെ പെറുക്കി വെച്ചിന് അതൊക്കെ കാണിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ. അച്ചു മെയിനായിട്ട് കണ്ണമാമൻ്റെ ഫാനാണ്. അതുപോലെ തന്നെ ഇപ്പം പല അച്ചു ഫാൻസും കണ്ണമാമൻ്റെ ഫാൻസ് ആവുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. എന്താ വെച്ചാൽ എന്ത് വീഡിയോ ഇട്ടുണ്ടെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ അതിൻ്റെ ചോട്ടിലൊക്കെ ഒരു കണ്ണമാമനെ ചോദിച്ചുള്ള കമൻറ്റെങ്കിലും എനിക്ക് വരാറുണ്ട് കേട്ടോ. ഇനി അങ്ങോട്ട് ഇവരെ മൊത്തം തള്ളും കേട്ടിരിക്കുകയായിരുന്നു എൻ്റെ പരിപാടി. ഏട്ടൻ ഇന്ന് ആദ്യമായിട്ട് കുറേ കാലത്തിന് ശേഷം ഒന്ന് രാവിലെ എണീറ്റ് ഓടാൻ പോയി. അത് സംഭവമാക്കി എല്ലാവരുടെ മുന്നിലും പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളി മറിക്കുന്നുണ്ട്, എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. ഞാൻ അതൊക്കെ കേട്ടൊന്നും മിണ്ടാതിരിക്കുക കേട്ടോ. നിങ്ങൾക്കും ജസ്റ്റ് ഒന്ന് ഞാൻ കേൾപ്പിച്ചു തരാം കേട്ടോ. അവിടെ പ്രാന്തായി ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് പോകണ്ട, അവിടെ ഫുള്ള് കാട്ടുപന്നിയാണ്. വീട്ടിൽ പോവാം. ഇവര് ഫുള്ള് ഓടാൻ പോയപ്പോൾ നടന്ന കഥകളാട്ടോ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആരൊക്കെയോ ഓടാൻ പോയിട്ട് ഓടാതെ എവിടെയോ പോയിട്ട് പൊറോട്ടയും ബീഫും ചായയൊക്കെ കുടിച്ചിട്ട് വേറെ വണ്ടി വിളിച്ച് ഓട്ടോയിലൊക്കെ ആരോടെ ലിഫ്റ്റ് ചോദിച്ചിട്ടും ഒക്കെ തിരിച്ച് വീട്ടിലേക്ക് വരും. അതും പറഞ്ഞ് അതുപോലെ തന്നെ ഈ കണ്ണമാമനും കുട്ടിമാമനും ആണെന്ന് തോന്നുന്നു നടക്കാൻ പോയിട്ട് കുറച്ച് ദൂരം നടന്നപ്പോൾ അപ്പുറത്ത് പന്നി ഇറങ്ങിയിട്ടുണ്ട് എന്ന് ഒരാൾ പറഞ്ഞ്, ഇപ്പുറത്ത് പ്രാന്തായി ഇറങ്ങിയിട്ടുണ്ട് എന്ന് ഒരാൾ പറഞ്ഞ്. പിന്നെ പോകാൻ സ്ഥലമില്ലല്ലോ, എന്നാൽ തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഒരു വീട്ടിലേക്ക് തന്നെ നടന്നെന്നാണ് പറയുന്നത്. അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. തള്ളി മറക്കുന്നൊക്കെ ഉണ്ട് എല്ലാവരും കൂടെ അവിടുന്ന്. പിന്നെ ഇതാ കുറച്ച് കഴിഞ്ഞപ്പോൾ ടർഫിലേക്ക് കയറുകയാണ്. അച്ചു കുറേ വാശി പിടിച്ചായിരുന്നു കേട്ടോ ഏട്ടൻ്റെ കൂടെ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട്. എന്തായാലും സൈഡിൽ കൂടെ ഒരു ഡോറ് തുറന്നിട്ട് പോകാനുണ്ടായിരുന്നു. അവിടെ ഇരിക്കാൻ സീറ്റൊക്കെ ഉണ്ട്. അച്ചുവിനെ അങ്ങോട്ട് കൊണ്ടുപോയി. പക്ഷേ അച്ചുവിനെ അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ റിസ്ക്കാണ്. ഇവർ കളിക്കുന്ന സമയത്ത് ബോളൊക്കെ മേലേക്ക് തട്ടാൻ ചാൻസ് ഉണ്ട്. മാത്രമല്ല അബിയെന്ന് വിളിച്ച ഒരു ഓട്ടൊക്കെ ഓടുന്നുണ്ട് കേട്ടോ ഓനിടയ്ക്ക്. കളിയൊക്കെ തുടങ്ങിയപ്പോഴും ചെക്കൻ ഇങ്ങനെ ഓടി തന്നെയാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് ഏട്ടൻ്റെ ഒരു ഫ്രണ്ട് അച്ചുവിനെ വെറുതെ ഇങ്ങനെ ചീത്ത പറഞ്ഞതാണ്, ഒന്ന് പേടിപ്പിക്കാൻ നോക്കിയതാ. അച്ചു ഒന്നായിട്ട് വിഷമിച്ചോയി, കറിയൊന്നും ചെയ്തില്ല, ഭയങ്കര വിഷമമായിപ്പോയി. ഓനതാ കണ്ണമാമൻ്റെ മടിയിൽ ചാരി കിടക്കുക കേട്ടോ വിഷമിച്ചിട്ട്. ഭയങ്കര പിണക്കൊക്കെ ആയിരുന്നേ കുറച്ച് നേരത്തേക്ക്. കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ചു ഭയങ്കരമായിട്ട് അലമ്പാവാൻ തുടങ്ങി. അങ്ങനെ കണ്ണമാമ അവനെ എടുത്ത് പുറത്തേക്ക് വന്ന് അവൻ്റെ കയ്യിൽ ബോൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻ അടങ്ങിയിരിക്കുന്നു വിചാരിച്ചിട്ട് ബോൾ എടുക്കാൻ പോയതാണ്. നേരത്തെ അവൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ബോള് ഇവർ കളിക്കാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് വേറൊരു ബോൾ അവന് വാങ്ങി കൊടുക്കാൻ വേണ്ടി കണ്ണനും അച്ചും കൂടെ പോയതാണ് കേട്ടോ. അങ്ങനെ അവർ ബോൾ എടുത്തിട്ട് തിരിച്ച് വന്ന് പിന്നെ ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് നിർത്തിക്കോന്ന്. അങ്ങനെ അവനെ എൻ്റെ അടുത്താണ് നിർത്തി. ഉള്ളോട്ട് പോയിട്ടുണ്ട്. എന്തായാലും അവൻ നല്ല കളിയായിരിക്കും. അതിൻ്റെ ഉള്ളിൽ നിന്ന് മേലെങ്ങാനും ബോൾ കുടുങ്ങാനൊക്കെ ചാൻസ് ഉണ്ട്. അങ്ങനെ അവിടെ ഗേറ്റ് പൂട്ടിയിട്ടതാണ് കേട്ടോ. അവന് ഉള്ളോട്ടേക്ക് കയറാൻ പറ്റൂല. ഇവൻ എങ്ങനെയാലും ഒന്ന് ഉള്ളിൽ എത്തിയാൽ മതി എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണെ പുറത്ത്. ആ സമയത്താണ് ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ മോൻ വന്നിട്ടുണ്ടായിരുന്നേ. ഫ്രണ്ട് ഉള്ളിൽ കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛനാണെങ്കിൽ ഭയങ്കര സന്തോഷമായി ഇവൻ വന്നുകൊണ്ട് ഇനി കൂടെ കളിക്കാൻ ആളായല്ലോ. പക്ഷേ ഈ ആൾ കുറച്ച് ഇൻട്രോവേർട്ടാണെന്ന് തോന്നുന്നു. അധികം കളിക്കാനൊന്നും പോകുന്നില്ല, ഒരു സ്ഥലത്ത് ഇരിക്കുക തന്നെയാണ്. ചിലപ്പോൾ അച്ഛനെ കണ്ട് പേടിച്ചതായിരിക്കും, എന്താണെന്നറിയില്ല. അച്ചു ആണെങ്കിൽ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആണല്ലോ, എല്ലായിടത്തും ഓടി നടക്കും. അച്ചു ഇവനെയും കൂടെ വിളിച്ച് കൊണ്ടുവന്ന് കേടാക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ അവൻ അടങ്ങിയിരിക്കുക തന്നെയാണ് കേട്ടോ, കളിക്കാനൊന്നും പോകുന്നില്ല. എങ്ങനെയെങ്കിലും ഒന്ന് ഉള്ളിൽ കയറി പറ്റിയാൽ മതി എന്ന് വിചാരിച്ച ചെക്കൻ ഇവൻ വന്നതുകൊണ്ട് മെല്ലെ ഇവൻ്റെ കൂടെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. അച്ചു ആണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് അബിയെന്ന് വിളിച്ച് വെറുപ്പിക്കുകയാണ്. എല്ലായിടത്തേക്ക് ഓടിപ്പോവാണ്. കണ്ണമാമൻ സഹി കെട്ട് നിൽക്കുക കേട്ടോ ഓനെ എടുത്തിട്ട്. ഇവൻ വെറുപ്പിക്കുകയാണേ കണ്ണനെ. അങ്ങനെ ദാ അവിടെ കയറൊക്കെ പിടിച്ച് തൂങ്ങി കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അതാ അവരെ കൂടെ അപ്പുറത്തേക്കൊക്കെ പോകാൻ നോക്കുന്നുണ്ട്. പക്ഷേ ഇപ്പുറത്തെ സൈഡിലും അപ്പുറത്തെ സൈഡിലും ഒക്കെ വേറെ വേറെ ടീം കളിക്കുന്നുണ്ടല്ലോ. എവിടുന്ന് ബോൾ വന്നിട്ടുണ്ടെങ്കിലും ഇവൻ്റെ മേല് കുടുങ്ങുന്നുള്ളത് ഉറപ്പാണ്. ഭയങ്കര റിസ്ക് ആട്ടോ. പിന്നെ സൂക്ഷിച്ച് കളിക്കണം. അവർ കളിക്കുന്നതിൻ്റെ ഇടയിൽ അത്രയും സൂക്ഷിക്കാൻ പറ്റൂലല്ലോ. ഇവിടെ ദാ ഇപ്പോഴത്തേക്ക് എല്ലാവരും കളിച്ച് ക്ഷീണിച്ച് വയ്യാണ്ടായിട്ടുണ്ട്. ഏട്ടനൊക്കെ ബനിയനൊക്കെ ഊരി എറിഞ്ഞിട്ടുണ്ട്, വേർത്ത് കുളിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാവരും അവിടെ ഇരുന്നും കിടന്നും ഒക്കെയാണ് ഇപ്പോൾ ഫുട്ബോൾ കളിക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ചു ഭയങ്കരമായിട്ട് അലമ്പാക്കാൻ തുടങ്ങി. അതുകൊണ്ട് ഞാൻ അവനെ പുറത്തേക്ക് കൊണ്ടുവന്നേ. ആ സമയത്ത് കണ്ണൻ അവൻ്റെ അടുത്തൊരു പെന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഈ പെന്ന് വെച്ചിട്ടാണ് അവൻ്റെ അടുത്ത കളി. നിങ്ങളൊന്ന് നോക്കണം ഇവൻ എത്രത്തോളം ബുദ്ധിമാനാണ്. എന്താ വെച്ചാൽ ഏട്ടൻ അവിടെ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ പെൻ എന്ത് ചെയ്യുക വെച്ചാൽ ഏട്ടൻ്റെ അടുത്തേക്ക് ഉള്ളിലേക്ക് ഇടുകയാണ്. സംഭവം അറിയാതെ ഓൻ്റെ കയ്യിൽ നിന്ന് വീണ് പോയതാണ്. എന്നിട്ട് ഓൻ അത് എടുക്കാൻ പോകണം. ഇത് ഏട്ടൻ്റെ അടുത്തേക്ക് ഇട്ടതുകൊണ്ട് ഏട്ടൻ അവിടെ ഇരുന്ന് എടുത്ത് ഇവൻ എന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓന് ഉള്ളോട്ട് പോകാൻ പറ്റൂലല്ലോ. അപ്പോൾ ഇവൻ എന്ത് ചെയ്യുക വെച്ചാൽ ഏട്ടൻ്റെ അടുത്ത് നിന്ന് കുറച്ച് അപ്പുറത്തേക്ക് മാറിയിട്ട് ഉള്ളോട്ട് ഇടുക. എന്നിട്ട് പെന്ന് വീണ് പോയി. അബി അറിയാതെ വീണ് പോയതാണ് കേട്ടോ ഓൻ്റെ കയ്യിൽ നിന്ന്. ഓൻ ഇട്ടതേ അല്ല. എന്നിട്ട് അത് എടുക്കാൻ ഓന് പോകണം. അവസാനം ഓനേട്ട പെന്ന് എടുത്ത് കൊടുക്കുകയും ചെയ്തില്ല, വാതിൽ തുറന്നു കൊടുക്കുകയും ചെയ്തില്ലേ. അതുകൊണ്ട് ഈ പെന്ന് എങ്ങനെ എടുക്കുമെന്ന് വിചാരിച്ച് നിൽക്കുക അവൻ. അപ്പോഴാണ് അപ്പുറത്തെങ്ങാനും ഒരു
കമ്പ് കഷ്ണം കണ്ടത്, അത് കൊണ്ടുവന്ന് കുത്തി ആ പെണ്ണെടുക്കാനുള്ള പരിപാടിയാട്ടോ. എന്തൊക്കെയോ കളിക്കുന്നുണ്ടായിരുന്നു. എന്നാലും നിങ്ങൾ ആലോചിച്ച് നോക്കി എന്തൊക്കെ ഐഡിയ ഓൻ്റെ കയ്യിലുള്ളതെന്ന്. പെണ്ണെടുക്കാൻ വേണ്ടി കുറേ ശ്രമിച്ചിട്ടോ, പക്ഷെ അത് നടക്കുന്നില്ല. അതുകൊണ്ട് ഇവൻ ആ പരിപാടി അവിടെ വെച്ച് നിർത്തി. കുറച്ച് കഴിഞ്ഞപ്പോൾ കണ്ണൻ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കണ്ണൻ്റെ കൂടെ സോപ്പിട്ട് നടക്കുക കേട്ടോ ഉള്ളോട്ട് കയറാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞാൻ പറഞ്ഞു ഓനെ ഇനി ഉള്ളോട്ട് കൊണ്ടുപോകണ്ടാന്ന്, അവർക്ക് നോക്കാൻ പറ്റിയെന്ന് വരില്ല, പെട്ടെന്നായിരിക്കും ബോൾ വരിക. അപ്പോൾ ആ ഒരു വിഷമത്തിൽ നടക്കുക കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷേ വേറൊരു കാര്യമുണ്ട്, എന്താണെന്ന് വെച്ചാൽ ഇവരെ കളി കഴിഞ്ഞിട്ട് കളിക്കാനുള്ള വേറെ ഏതൊക്കെയോ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരപ്പുറത്തെ സൈഡിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അച്ചുവിനെങ്ങനെ അവർ വിളിക്കുന്നുണ്ട്. അങ്ങനെ അച്ചു അങ്ങോട്ട് പോയതാട്ടോ. ഇവൻ ഭയങ്കര സെലിബ്രിറ്റീനെ പോലെ എല്ലാവരും ഇവൻ്റെ ചുറ്റും കൂടി നിൽക്കുകയാണ്. സംഭവം അറിയാത്ത ആൾക്കാരൊക്കെയാണ്, പക്ഷെ ഒരു കുഞ്ഞു മോനെ കണ്ട എടുത്ത് ഓമനിക്കാനൊക്കെ തോന്നല്ല, അങ്ങനെ വിളിച്ചതാണ്. എന്നിട്ട് അതിലൊരാളെ ഇവൻ ഭയങ്കരമായിട്ട് കമ്പനി ആക്കിയിട്ടുണ്ട്, അവൻ്റെ കൂടെ കുറേ കളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്ക് ഇത് നമ്മളെ ടീമൊക്കെ കളി കഴിഞ്ഞ് ഇറങ്ങുക കേട്ടോ. ഏട്ടനെ കാത്തിക്കുകയാണ് അച്ചു. അബി വന്നപ്പോഴേക്ക് അബി വന്നു എന്ന് പറഞ്ഞ് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് കേട്ടോ അച്ചു. അങ്ങനെ ഞങ്ങൾ പരിപാടിക്ക് കഴിഞ്ഞ് ഇവിടുന്ന് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. ടൈം രാത്രി കുറേ ലേറ്റ് ആയിട്ടുണ്ട്, 10 മണിയാകുമ്പോൾ കഴിയുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവർ കയറാൻ വേണ്ടി 1 മണിക്കൂറിനടുത്ത് ലേറ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് 1 മണിക്കൂർ ലേറ്റ് ആയിട്ടാണ് ഇറങ്ങിയിട്ടും ഉണ്ടായിരുന്നത്. ഏകദേശം 11 മണീൻ്റെ അടുത്തായിട്ടുണ്ട് കേട്ടോ. പിന്നെ അച്ചു മാമന്മാരോടും ഏട്ടന്മാരോടും ഒക്കെ യാത്ര പറഞ്ഞ് വണ്ടിയിൽ കയറി. ഏട്ടനപ്പോൾ എന്തോ എടുക്കാൻ വേണ്ടി പോയത്. ആ സമയം കൊണ്ട് നമ്മളെ മുതലാളി ഇതാ വണ്ടീൻ്റെ സ്റ്റിയറിംഗ് ഒക്കെ പിടിച്ച് തിരിക്കുന്നുണ്ട്. ഇവന് സ്റ്റാർട്ടാക്കാൻ അറിയാം കേട്ടോ, അതിൻ്റെ അപ്പുറത്തേക്കുള്ളതൊന്നും അറിയില്ല. അതും കൂടെ അറിയായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഈ ടൈമിന് ഇന്നേ കൊണ്ട് ഇവൻ പോയിട്ടുണ്ടാവും. അതൊക്കെ അറിയാത്തത് എൻ്റെ ഭാഗ്യം എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പം ഞങ്ങൾ പോവാണ്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ഇനി നല്ലൊരു വ്ളോഗായിട്ട് പിന്നെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.